ഹലോ ചാമ്പ്യൻസ്. ഒരു കുട്ടിയുണ്ടായിരുന്നു. ഹി വാസ് എ സ്മാർട്ട് കിഡ്, ഗുഡ് മാർക്സ്. 10th കഴിഞ്ഞപ്പോൾ അവനൊരു സ്ട്രീം സെലക്ട് ചെയ്തു. ബട്ട് അത് അവന് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, അത് അവന്റെ ഡ്രീം ആയതുകൊണ്ടുമല്ല. ഫ്രണ്ട്സ് എല്ലാം അത് സെലക്ട് ചെയ്തു, പേരൻസ് പറഞ്ഞു. പിന്നെ എനിക്കിത് പറ്റില്ല എന്ന് പറയാനും പറ്റിയില്ല. റിസൾട്ട് 11th അവൻ നല്ലോണം സ്ട്രഗിൾ ചെയ്തു, ബെയർലി പാസ്ഡ്. 12th ബോർഡ്സ് എത്തിയപ്പോൾ മാർക്സ് വളരെ ലോ ആയി. ഇത് അവന്റെ മാത്രം സ്റ്റോറി അല്ല. എവ്രി ഇയർ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് ഇത് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി യുവർ സ്റ്റോറി. സോ ഇന്ന് മോട്ടിവേഷൻ അൺലോക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സെലക്ട് സ്ട്രീം ആഫ്റ്റർ 10th. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. നിങ്ങളുടെ ചുറ്റും ഇപ്പൊ എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയാം. റിലേറ്റീവ്സ് എല്ലാം ചോദിക്കുന്നുണ്ടായിരിക്കും, മോനെ ഏത് ഗ്രൂപ്പാണ് നീ എടുക്കാൻ പോകുന്നത്. പേരൻസ് പറയുന്നുണ്ടായിരിക്കും, ഫ്രണ്ട്സ് എല്ലാവരും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു റോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളുടെ ലൈഫിനെ എഫക്ട് ചെയ്യില്ലേ എന്നൊരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ കാണും. ബട്ട് കെൻ ഐ ടെൽ യു സംതിങ്, ഇതൊരു ലൈഫ് ഓർ ഡെത്ത് ഡിസിഷൻ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, ബട്ട് അങ്ങനെയല്ല. സ്ട്രീം എന്നത് ഒരു ഡയറക്ഷൻ മാത്രമാണ്, അതൊരു കേജ് അല്ല. ഏത് സ്ട്രീം എടുത്താലും സക്സസ് ആവാൻ നിങ്ങൾക്ക് സാധിക്കും. സയൻസ്, കൊമേഴ്സ്, ആർട്സ് ഏതായാലും നോ പ്രോബ്ലം. യു ആർ ജസ്റ്റ് 15 or 16 years old. നിങ്ങളുടെ സ്റ്റോറി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി സ്ട്രീം സെലക്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ചില ട്രാപ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ട്രാപ്പ് 1, സൊസൈറ്റൽ പ്രഷർ. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ആർട്സ് എടുത്താൽ മോശമാണോ, സയൻസ് എടുത്തില്ലെങ്കിൽ അത് കുറ്റമാണോ. മക്കളെ, ഈ ജഡ്ജ് ചെയ്യുന്നവർ ആരും നിങ്ങൾക്ക് വേണ്ടി എക്സാം എഴുതാൻ പോകുന്നില്ല. ലൈഫ് ഇസ് യോഴ്സ്. സോ അവര് പറയുന്നത് ഇഗ്നോർ ചെയ്യാം. ട്രാപ്പ് 2, ചൂസിങ് ബേസ്ഡ് ഓൺ 10th മാർക്സ്. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ 90+ അബവ് ആയിരിക്കാം. സോ സയൻസ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഹൈ മാർക്സ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ എഫേർട്ട് കാരണം കിട്ടിയതാണ്, ഇല്ലേ? സോ സ്ട്രീം എടുക്കേണ്ടത് നിങ്ങളുടെ പാഷൻ ആയിരിക്കണം. വാട്ട്സ് ദ സ്കോപ്പ്? എല്ലാവർക്കും ഉള്ള പേടിയാണ്, കൊമേഴ്സ് എടുത്താൽ എന്ത് ചെയ്യും, ആർട്സിന് സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ. ട്രസ്റ്റ് മീ, ഉറപ്പായിട്ടും ഈ എല്ലാ സ്ട്രീംസിനും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു സ്ട്രീമും മോശമല്ല. ട്രാപ്പ് 4, ചൂസിങ് യുവർ സ്ട്രീം ബിക്കോസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഡിഡ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഏത് സ്ട്രീം സെലക്ട് ചെയ്താലും അത് അവരുടെ ചോയ്സ് ആണ്, ഇല്ലേ? ബട്ട് അതനുസരിച്ച് നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്ട്രീം സെലക്ട് ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഒരു ഫ്രണ്ടിന്റെ കൂടെ ട്യൂഷനിൽ പോയി ഇരിക്കുന്നത് പോലെ അല്ല റോങ് സ്ട്രീമിൽ പോയിരിക്കുന്നത്. ഇറ്റ് വിൽ കോസ്റ്റ് യു 2 years. ട്രാപ്പ് 5, ഫിയർ ഓഫ് ചൂസിങ് റോങ്. ഐ ക്യാൻ ഫീൽ ദിസ് വൺ. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും, എന്നെ കൊണ്ട് സയൻസ് എടുത്താൽ എനിക്കത് പഠിക്കാൻ പറ്റുമോ, കൊമേഴ്സ് ഹാർഡ് ആയിരിക്കുമോ, ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റാണോ. റിലാക്സ്. ഈ ഒരു ഫിയർ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഹൗ ഡു യു ആക്ച്വലി ചൂസ്? സ്ട്രീം സെലക്ട് ചെയ്യാനായിട്ട് 2 വേസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ഡോക്ടർ ആകാനായിരിക്കാം, എഞ്ചിനീയർ, CA, IAS, ആർക്കിടെക്ട്, ഡിസൈനർ. ഇങ്ങനെ ഒരു ഗോൾ ക്ലിയർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രീം സെലക്ട് ചെയ്യുക. സെക്കൻഡ് വേ, ഒരു ഐഡിയയും കാണില്ല ചിലപ്പോൾ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് സബ്ജക്റ്റിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അതനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ സ്ട്രീമിനെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സയൻസ്. സയൻസിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാണ് PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. പ്രോബ്ലം സോൾവിംഗ്, നമ്പേഴ്സ്, ഇക്വേഷൻസ്, ഡെറിവേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇനി ഈ സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ ഒരുപാടധികം കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് കരിയർ ഓപ്ഷൻസ് മാത്രം ഞാൻ പറയാം. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഡേറ്റാ സയൻസ്, NDA എക്സെട്ര. ഇങ്ങനെ ഒരുപാടധികം ഡോർസ് ഓപ്പൺ ആണ്. സയൻസിൽ തന്നെ വേറൊരു ചോയ്സ് ആണ് PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഹ്യൂമൻ ബോഡി, ഓർഗാനിസംസ്, മെഡിസിൻ, റിസർച്ച്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇതിനും ഒരുപാടധികം കരിയേഴ്സ് ഉണ്ട്. മെഡിസിൻ, നഴ്സിംഗ്, B.Pharma, ബയോടെക്നോളജി, സയന്റിസ്റ്റ്, അങ്ങനെ 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 ഒരുപാടധികം. സയൻസിൽ വരുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ആണ് PCMB. ഇതാകുമ്പോഴത്തേക്കും കേൾക്കുമ്പോൾ തന്നെ അറിയാം മാത്സും ഉണ്ട്, ബയോവും ഉണ്ട്. പക്ഷേ കേൾക്കാൻ നല്ല സുഖമാണെങ്കിലും ഇത് ഒരുപാടധികം ടഫാണ്. 90% സ്റ്റുഡൻസും 11th ഒരുപാടധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കണ്ടേ. ഇനി ഇതെല്ലാത്തിനും വേണ്ടി
എഫേർട്ട് എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങളെ കൊണ്ട് പറ്റും. കൊമേഴ്സ് പറയുമ്പോൾ ബിസിനസ്, മണി, മാർക്കറ്റ്, കമ്പനി ഇതൊക്കെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് ചോയ്സ്. ഇനി ഇതിന്റെ കൂടെ മാത്സ് കൂടെ എടുത്താൽ സൂപ്പർബ് ആയിരിക്കും. ഇറ്റ് വിൽ ഓപ്പൺ മെനി ഡോർസ് ഫോർ യു. I'm just mentioning a few careers based on this. CA, MBA, investment banking, entrepreneurship. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇത് കൂടാതെ ഇനിയും ഒരുപാടധികം കരിയർ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഹ്യൂമാനിറ്റീസ്, ആർട്സ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു സ്ട്രീമിനെ ഒരുപാടധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് മക്കളെ, ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടധികം ഏരിയാസിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ IAS, IPS, IFS, ലോ, ജേർണലിസം, സൈക്കോളജി, ടീച്ചിങ്, റൈറ്റിംഗ്, ഫാഷൻ ഡിസൈനിങ്, സോഷ്യൽ വർക്ക്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ വീക്ക് ആയ സ്റ്റുഡൻസ് ആണ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നത് എന്നുള്ളതേ അല്ല. അത് ജസ്റ്റ് ഒരു മിത്ത് മാത്രമാണ്. എല്ലാ സ്ട്രീമിനും അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്നെസ്സും പ്രൈഡും ഡിഗ്നിറ്റിയും ഉണ്ട്. ഹൗ ടു ഫൈൻഡ് യുവർ ഇൻട്രസ്റ്റ്? സോ ഫസ്റ്റ് നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് ഈ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന് ഓണസ്റ്റ് ആയിട്ട് ആൻസർ എഴുതുക. ഫസ്റ്റ്, ഈ സബ്ജക്ട് നിങ്ങൾക്ക് 2 years കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ? അതായത് എന്നും ഒരു 4 to 5 hours ഡെയിലി ഇത് മടി കൂടാതെ പഠിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എഴുതുക. സെക്കൻഡ്, 9th and 10th ഈ സബ്ജക്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതായത് നിങ്ങൾ വെറും ബൈഹാർട്ട് ചെയ്തതല്ലാണ്ട് ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടാണോ, ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കിയിട്ടാണോ ഈ സബ്ജക്ട് നിങ്ങൾ പാസ്സായത്. ഡു യു എൻജോയ് ഇറ്റ്? സ്കോർ മാത്രമല്ല, പഠിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റും കൂടെ തോന്നുന്നുണ്ട്. സോ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി എഴുതാം. ഇനി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ബട്ട് അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നെവർ എവർ കമ്പയർ യുവർ സെൽഫ്. നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടോ കസിൻസ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എല്ലാ കുട്ടികളും യുണീക്ക് ആണ്, അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന പ്രാക്ടിക്കൽ ആകുന്നത്? ഇല്ല. ടോക്ക് ടു യുവർ പേരൻസ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, നിങ്ങൾക്ക് എന്താണ് എടുക്കാൻ താല്പര്യം, അത് പേരൻസും കൂടി അറിയണ്ടേ. സോ അവരോട് സംസാരിക്കുക, അവർക്കൊരു അവസരം കൊടുക്കുക ടു അണ്ടർസ്റ്റാൻഡ് യു. സ്കോർ വിൽ കം ഫ്രം കൺസിസ്റ്റൻസി. സ്ട്രീം ഏതായാലും, അതിപ്പം ആർട്സ്, കൊമേഴ്സ്, സയൻസ് എന്തോ ആയിക്കോട്ടെ മക്കളെ, യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. വർക്ക് ഹാർഡ് ചെയ്തേ പറ്റൂ. നല്ലോണം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അതിന്റെ ടോപ്പിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ബി റിയാലിസ്റ്റിക്. സയൻസ് ഹാർഡാണ്, ഹ്യൂമാനിറ്റീസും ഈസി അല്ല, കൊമേഴ്സും ടഫാണ്. സോ ഏത് സ്ട്രീം എടുത്താലും ഇറ്റ് വിൽ ബി ഹാർഡ് ഫോർ യു. ഏത് സ്ട്രീം എടുത്താലും അതിൻ്റെതായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട്. സോ ഇഫ് യു ആർ റെഡി ടു വർക്ക്, you can choose that stream. It's your decision. നിങ്ങളാണ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്, നിങ്ങളാണ് അത് പഠിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് യുവർ ഡിസിഷൻ വിച്ച് സ്ട്രീം യു ഹാവ് ടു സെലക്ട്. ബട്ട് റിമെമ്പർ, നിങ്ങളുടെ ഈ ഒരു ബോർഡ് എക്സാംസിന്റെ മാർക്സിനേക്കാളും ഇല്ലെങ്കിൽ ഈ ഒരു സ്ട്രീമിനേക്കാളും എല്ലാത്തിനും വലുത് നിങ്ങളാണ്, നിങ്ങളുടെ ഹെൽത്ത് ആണ്, നിങ്ങളുടെ ലൈഫാണ്. സോ സയൻസ്, കൊമേഴ്സ് ഓർ ആർട്സ് എന്തായാലും യു ഹാവ് ദ പവർ ടു സക്സീഡ്. ഐ ബിലീവ് ഇൻ യു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഈ വീഡിയോ ഹെൽപ്പ് ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.